ശാസ്ത്രീയ ഇടപെടലുകളുടെ പുതിയ അധ്യായമാണ് അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് സെന്റർ എന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അക്വാ കൾച്ചർ മേഖലയിൽ ജലഗുണ നിലവാരവും മത്സ്യരോഗങ്ങളും മുൻകൂട്ടി തിരിച്ചറിയാനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി സജ്ജമാക്കിയ തേവര അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ചെമ്മീൻ കൃഷിയിലും കൊച്ചിയിലെ കായൽ പ്രദേശങ്ങളിലുണ്ടാകുന്ന മത്സ്യരോഗങ്ങളും വിഷാംശങ്ങളും കണ്ടെത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സെന്ററിൽ ഒരുക്കിയിട്ടുണ്ടെന്നും വാണിജ്യ ചെമ്മീൻ കൃഷിയെ തകർക്കുന്ന വൈറ്റ് സ്പോട്ട് സിൻഡ്രോം പോലെയുള്ള വൈറസ് രോഗങ്ങൾ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അക്വാകൾച്ചർ മേഖലയിൽ ജലഗുണനിലവാരവും മത്സ്യരോഗങ്ങളും മുൻകൂട്ടി തിരിച്ചറിയാനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി സജ്ജമാക്കിയ തേവര അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ അക്വാകൾച്ചർ മേഖലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സെന്ററാണ് ഇപ്പോൾ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ചെമ്മീൻ കൃഷിയുടെ ഭാഗമായിട്ട് കായൽ പ്രദേശങ്ങളുണ്ടാകുന്ന മത്സ്യരോഗങ്ങള്, അതുപോലെ തന്നെ വിഷാംശങ്ങള് കണ്ടെത്തുന്ന ശാസ്ത്രീയപരമായ പഠന കേന്ദ്രം കൂടിയാണ് ഈ സെന്റർ. കർഷകർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഈ സെന്റർ പ്രത്യേകിച്ച് വൈറസ് രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, PCR എന്നീ ലാബുകളുടെ സേവനം ഇവിടെ ലഭിക്കുന്നതാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വ്യവസായ മേഖലയിൽ വ്യാപകമായ തോതിൽ മത്സ്യം ചത്തുപൊങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഒട്ടേറെ ചർച്ചകൾ നമ്മുടെ പ്രദേശങ്ങൾ ഉയർന്നു വന്നു. ഇപ്പൊ വ്യവസായ മാലിന്യങ്ങൾ, ജലത്തിലെ ഓക്സിജന്റെ കുറവ്, രാസവസ്തുക്കളുടെ ചോർച്ച, ഇത്തരം കാര്യങ്ങളെല്ലാം അതിവേഗം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷണ കേന്ദ്രം കൂടിയായിട്ടാണ് ഇത് മാറുന്നത്. ഫിഷറീസ് വകുപ്പ് ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരള മുഖേന RIDF പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ് സ്ഥാപിച്ചിരിക്കുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് അഡാക്കിന്റെ റിസർവോയർ ഫിഷറീസ് യൂണിറ്റുകൾ, ഫാമുകൾ, ഹാച്ചറികൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി മത്സ്യക്കുഞ്ഞുങ്ങളെയും മത്സ്യത്തീറ്റയും കൊണ്ടുപോകുന്നതിനായുള്ള 3 പിക്കപ്പ് വാനുകളുടെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. MLA TJ വിനോദ്, കൊച്ചി മേയർ VK മിനിമോൾ, CIFT ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ, അഡാക് മാനേജിംഗ് ഡയറക്ടർ B ഇഗ്നേഷ്യസ് മൺട്രോ, കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ KS ഫ്രാൻസിസ്, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.